ഓൺലൈനായിട്ട് പണം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും താല്പര്യമുള്ള ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെയാണത് ചെയ്യുക? പലപ്പോഴും പല സ്ഥലത്തും നിങ്ങൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവാം, ഡാറ്റ എൻട്രി ടാസ്കുകൾ ചെയ്യാം, അതല്ലെങ്കിൽ ഓൺലൈൻ ജോബ്സ് ഉണ്ട് എന്നുള്ളതൊക്കെ. പക്ഷെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഒരു ബ്ലോഗിന്റെ സഹായത്തോടെ ഓൺലൈനായിട്ട് ഒരു വരുമാന മാർഗം കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനു മുമ്പായിട്ട് ഒരു ബ്ലോഗ് എന്താണെന്നും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നും ഒക്കെ അറിയാനായിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഈ ഒരു വീഡിയോന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോയിലേക്കുള്ള ലിങ്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്കൊരു ബ്ലോഗ് ഉപയോഗിച്ചിട്ട് ഓൺലൈനായിട്ട് പണം ഉണ്ടാക്കാൻ സാധിക്കുക? നമസ്കാരം സുഹൃത്തുക്കളെ, രാജി എഫ്എക്സിന്റെ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ എങ്ങനെ ഓൺലൈനായിട്ട് നമുക്കൊരു ബ്ലോഗ് ഉപയോഗിച്ചിട്ട് പണം ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നോക്കാം. സോ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു വെബ്സൈറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടേതായിട്ടുള്ള കണ്ടന്റുകൾ ഗ്രാജുവലി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഓഡിയൻസസ് വരും. അതായത് ആളുകൾ നമ്മുടെ ബ്ലോഗ് വായിക്കാൻ തുടങ്ങും. സോ ഇത്തരത്തിൽ ആളുകൾ കൂടുതലായിട്ട് വായിക്കുന്ന ഒരു ബ്ലോഗ് നമ്മുടേതായി മാറുകയാണെങ്കിൽ നമുക്ക് ഗൂഗിളിന്റെ ആഡ്സെൻസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വഴി ഗൂഗിളിന്റെ ആഡ്സെൻസ് പബ്ലിഷർ നെറ്റ്വർക്കിൽ സൈനപ്പ് ചെയ്തിട്ട് നമുക്ക് ഒരു അഡ്വർടൈസ്മെന്റ് നമ്മുടെ വെബ്സൈറ്റിൽ കാണിച്ചിട്ട് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും. സോ ഗൂഗിളിന്റെ ആഡ്സെൻസിൽ എങ്ങനെയാണ് നമ്മളൊരു വരുമാന മാർഗം ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഈ ഒരു വരും വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ആഡ്സെൻസിൽ സൈനപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ് ഇൻകം ആണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നിങ്ങൾ മറ്റു പല വെബ്സൈറ്റുകളിലും ബ്ലോഗുകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുന്നത്. എങ്ങനെയാണ് അവർ ആ പരസ്യം കാണിക്കുന്നത്? അവർ ഇതുപോലുള്ള ഒരു അഡ്വർടൈസർ പബ്ലിഷർ നെറ്റ്വർക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ആഡ്സെൻസ് പോലുള്ള പ്ലാറ്റ്ഫോംസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഒരു ഗ്യാരണ്ടി ഉണ്ട്. ഇപ്പം എങ്ങനെയാണോ യൂട്യൂബിൽ ഒരാൾ ആഡ് കാണിച്ചിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ബ്ലോഗിലും നിങ്ങൾക്ക് അഡ്വർടൈസ്മെന്റ് കാണിച്ചിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ആഡ്സെൻസ് ആണ്, ഗൂഗിൾ ആഡ്സെൻസ്. രണ്ടാമതായിട്ട് നമുക്ക് പറയാനുള്ളത് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ആണ്. എന്താണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ്? അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഒരു കമ്മീഷൻ ബേസ് ചെയ്തിട്ട് ഇൻകം ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പോൾ ആമസോൺ പോലുള്ള റീറ്റെയിലർ, ആമസോൺ പോലുള്ള ഓൺലൈൻ വെബ്സൈറ്റുകൾ, ഫ്ലിപ്കാർട്ട് പോലുള്ള വെബ്സൈറ്റുകളൊക്കെ ഒരു അഫിലിയേറ്റ് മാർക്കറ്റിംഗ് സർവീസ് അല്ലെങ്കിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം അവർക്കുണ്ട്. ആമസോൺ അസോസിയേറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആമസോണിനുണ്ട്. സോ അത്തരത്തിലുള്ള പ്രോഗ്രാംസിൽ നമ്മൾ നമ്മുടെ ബ്ലോഗ് ഉപയോഗിച്ചിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മളതിലൊരു റിക്വസ്റ്റ് കൊടുത്ത് നമുക്ക് അതിന് അവർ എലിജിബിൾ ആണ്, നമുക്ക് അപ്രൂവൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആമസോണിലെ ഏത് പ്രൊഡക്റ്റുകളും നമ്മുടെ ബ്ലോഗ് വഴി പ്രൊമോട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബ്ലോഗ് ഒരു കുട്ടികളെ കുറിച്ചുള്ള ബ്ലോഗാണെന്ന് വിചാരിക്കുക. കുട്ടികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ടോയ്സ് അതുപോലുള്ള വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ആണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗ് വഴി നിങ്ങളുടെ വായനക്കാർക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കും. ഈ അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ നമ്മൾ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പോർട്ടൽ പോലെ ഉണ്ടാവും. അവിടെ നമുക്ക് ലിങ്കുകൾ ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അഫിലിയേറ്റ് ലിങ്കുകൾ. അത് നിങ്ങളുടെ ബ്ലോഗ് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ വായനക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കും. സോ ഇതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് പറയാനുള്ളത് നമുക്ക് നമ്മുടെ ബ്ലോഗിൽ ആഡ് സ്പേസ് സെല് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ റിയൽ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ പെരുന്നാളുകൾക്കോ ഉത്സവങ്ങൾക്കൊക്കെ പോകുമ്പോൾ അവിടെ കുറേ സ്പോൺസർഷിപ്പ് ആയിട്ട് ആഡുകൾ വെച്ചിട്ടുണ്ടാവും, അഡ്വർടൈസ്മെന്റുകളുടെ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ അവരവിടെ ബോർഡുകൾ വെക്കാൻ കാരണം അവിടേക്ക് ഒരുപാട് ആൾക്കാർ എത്തിച്ചേരും, അവരുടെ ബ്രാൻഡുകൾ ഇത്രയും ആൾക്കാരിലേക്ക് എത്തിക്കാം എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ടാണ് ഈ പറയുന്ന കമ്പനികളൊക്കെ അവിടെ കൊണ്ട് ബോർഡുകൾ വെക്കുന്നത്. സോ ഇതുപോലെ തന്നെ നിങ്ങളുടെ ബ്ലോഗ് എന്ത് കാറ്റഗറിനെ ബേസ് ചെയ്തിട്ടാണോ ഉള്ളത് ആ ഒരു കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ബ്രാൻഡിന്റെ ഒരു പ്രൊമോഷൻ പോലെ നിങ്ങൾക്ക് ഒരു ആഡ് സ്പേസ് സെല് ചെയ്യാൻ സാധിക്കും. ഇപ്പം നിരവധി ബ്രാൻഡുകൾ ഇതുപോലെ ഒരു അഡ്വർടൈസ്മെന്റ് സ്പോട്ട് നോക്കി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം നിങ്ങളുടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു വെബ്സൈറ്റ് ഒരു കിഡ്സിനെ കുറിച്ചിട്ടാണ് ഒരുപാട് ആൾക്കാർ അവിടെ വായിക്കാൻ വരുന്നുണ്ടെങ്കിൽ കിഡ്സിന്റെ പ്രൊഡക്റ്റ് സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡിന് ഒരുപക്ഷെ നിങ്ങൾ അപ്രോച്ച് ചെയ്യാനും അവിടെ നിങ്ങൾ അവരുടെ അഡ്വർടൈസ്മെന്റ് സ്പോട്ട് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് അവിടെ ഇടാനും അവർക്ക് സാധിക്കും. അപ്പം അങ്ങനത്തെ ഒരു സ്പോട്ട് നിങ്ങൾ അവർക്ക് സെല് ചെയ്യാൻ സാധിക്കും. അങ്ങനെ സെല് ചെയ്യുന്നതിനും നിങ്ങൾക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പോൾ ബേസിക്കലി ആഡ് സ്പേസ് സെല് ചെയ്യാം. ഇപ്പോൾ ആഡ്സെൻസ് നമ്മൾ ആദ്യം പറഞ്ഞതിൽ നിങ്ങൾ ഗൂഗിളിന്റെ ആഡാണ് കാണിക്കുക. പക്ഷെ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഒരു ബ്രാൻഡിന്റെ ഒപ്പം കണക്ട് ചെയ്തിട്ട് അവരുടെ ബ്രാൻഡ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് അവരുടെ ബ്രാൻഡിന്റെ അഡ്വർടൈസ്മെന്റ്സ് നിങ്ങൾക്ക് കാണിക്കാനായിട്ട് സാധിക്കും. ഒരു ബ്ലോഗ് മുഖാന്തരം എങ്ങനെയാണ് ഒരു ഇൻകം ഓൺലൈനായിട്ട് ജനറേറ്റ് ചെയ്യുക എന്നുള്ള 3 മെത്തേഡ്സ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇത് എളുപ്പമായിട്ടുള്ള ഒരു ടാസ്ക് അല്ല.
ഒരു ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വരെ എളുപ്പമാണ്. പക്ഷെ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം അതിൽ എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് എടുക്കുക, അതിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ വളരെ ഒരു എഫേർട്ട് എടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതിന് നിങ്ങൾക്ക് ഉപകരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് വന്നിട്ട് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ബ്ലോഗ് നിങ്ങൾക്ക് ഗൂഗിൾ പോലുള്ള സെർച്ച് എഞ്ചിൻസിൽ എത്തിക്കാനായിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു മേഖലയാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ. ഒരു ബ്ലോഗ് മാത്രമല്ല, ഏത് വെബ്സൈറ്റും ഗൂഗിളിൽ എങ്ങനെ റാങ്ക് ചെയ്യാനും ഗൂഗിളിൽ മുഖാന്തരം മറ്റുള്ളവരുടെ മുമ്പിൽ എങ്ങനെ എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്ന ഒരു മേഖലയാണ് SEO. സോ നിങ്ങളൊരു ബ്ലോഗ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന് SEO ചെയ്യണം. അതുപോലെ തന്നെ ഈ ബ്ലോഗിന് നിങ്ങളൊരു സോഷ്യൽ മീഡിയ പേജസ് ക്രിയേറ്റ് ചെയ്യണം. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലെ. അത് മുഖാന്തരം നിങ്ങൾക്ക് നിങ്ങളുടെ ബ്ലോഗിലേക്ക് ആളുകളെ എത്തിക്കാനായിട്ട് സാധിക്കും. സോ ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നത് മാത്രമല്ല, അതിലേക്ക് നിങ്ങൾ വായനക്കാരെ കൊണ്ടുവരുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കിട്ടുകയുള്ളൂ. ഒരു ബ്ലോഗ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ഒരു വരുമാനം കണ്ടെത്താം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുമെന്ന് കരുതുന്നു. ഇത്തരത്തിലുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് രാജി എഫിക്സിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ അടിക്കുക, നിങ്ങൾക്ക് ഇതിന്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിനായിട്ട്. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ട് ഇൻകം സോഴ്സ് ജനറേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. താങ്ക് യു.